വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടത്ത് താമസം സുരക്ഷിതമല്ലെന്ന് വെളിപ്പെടുത്തുകയാണ് ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായി. സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകിയത് ജോൺ മത്തായിയാണ്. ദുരന്ത മേഖലകളിലെ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനത്തിനും പ്രാഥമിക പഠനത്തിനും ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. പുഞ്ചിരിമട്ടത്ത് നിലവിൽ പുഴയോട് ചേർന്ന് വീടുകളുള്ള ഭാഗത്ത് ആപത്കരമായ സ്ഥിതിയാണുള്ളതെന്നും ഇവിടെ താമസിക്കാത്തതാകും നല്ലതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദുരന്തമുണ്ടായ പ്രദേശത്ത് സുരക്ഷിത മേഖലകൾ ഏറെയുണ്ടെന്നും സുരക്ഷിതമല്ലാത്ത മേഖലകളെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജോൺ മത്തായി വ്യക്തമാക്കി. സേഫായിട്ടുള്ള ഏരിയകൾ കുറേ ഉണ്ട്. അത് ഞങ്ങളത് ഡിമാർക്കേറ്റ് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കുന്നതാണ്. അൺസേഫായിട്ടുള്ള ഏരിയ ഇരുവശത്തുമുണ്ട്. അതിന് ചില്ലറ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് വയ്ക്കണം. ഞങ്ങളിപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി ഏതാണ് സേഫ് ഏതാണ് അൺസേഫ് എന്നുള്ളതിൻ്റെ ഇത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് സർക്കാരിന് സമർപ്പിക്കും. ഒരു കാര്യം കൂടി, പുഞ്ചിരിമട്ടത്ത് അവിടെ ഒരുപാട് വീടുകൾ പോകാത്തതുണ്ട്, അവിടെ താമസിക്കാനാവുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അതിലൊരു പ്രാഥമികമായ വിലയിരുത്തൽ സാറിൻ്റെ? ഞാൻ കൃത്യമായിട്ട് ഒരു വീട് രണ്ട് വീടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ പുഞ്ചിരിമട്ടത്തിൻ്റെ ആ വീടുകൾ ഇരിക്കുന്ന ഭാഗം, പുഴയോട് ചേർന്ന ഭാഗം, അത് ആപൽക്കരമായ സ്ഥിതിയാണ്. അവിടെ ഇനി ഒരു വീട് അവിടെ നിപ്പുണ്ട്, അതിനകത്ത് താമസിക്കണമെന്ന് പറഞ്ഞാൽ അത് താമസിക്കാതിരിക്കുന്നതായിരിക്കും ദീർഘകാല ചിന്തയിൽ നല്ലത്. ഇപ്പം താൽക്കാലികമായിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. മാത്രമല്ല, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു പ്രദേശത്ത് ശക്തമായ ഒരു ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഉടനെ ഒരു വലിയ ഉരുൾപൊട്ടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞാലേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വാലിക്ക്, ഈ പുഴയോട് ചേർന്നുള്ള അതിൽ മേളിൽ നിന്നുള്ള മണ്ണെല്ലാം വന്ന് ശേഖരിച്ച് അടിഞ്ഞൊരു പൊക്കം വരണം. ഇപ്പോൾ ഉള്ളതെല്ലാം പോയി. ഇനി പൊക്കം വരാനായിട്ട് ഇനി സമയമെടുക്കും. ആ സമയം വരെ നമുക്കൊരു ബഫർ ടൈമുണ്ട്. പക്ഷേ ഇത് പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്, എന്തായാലും ഉണ്ടാകും. ഉരുൾപൊട്ടലുണ്ടായ ദിവസം ചൂരൽമല മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് 2 ദിവസം കൊണ്ട് പെയ്തത് 570 മില്ലിലിറ്റർ മഴയാണ്. ഇതൊരു അസാധാരണ സംഭവമാണ്. വയനാടിന്റെയും ഇടുക്കിയുടെയും മഴ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള പ്രദേശങ്ങളാണ് സംഘം പരിശോധിച്ചത്. ഉരുൾപൊട്ടലിന് കാരണമായത് ഡാമിംഗ് പ്രതിഭാസമാണ്. മേഖലയിൽ പരിശോധന നടത്തിയ വിദഗ്ധ സമിതി തലവനും ഭൗമശാസ്ത്രജ്ഞനുമായ ജോൺ മത്തായി ഇക്കാര്യം വെളിപ്പെടുത്തി. ഉരുൾപൊട്ടി സീതമക്കുണ്ടിൽ തടയണയ്ക്ക് സമാനമായ നിർമ്മിതി രൂപപ്പെടുകയും മഴ ശക്തമായ വേളയിൽ ഇത് തകരുകയും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലിൽ 8 കിലോമീറ്റർ ദൂരത്തിൽ ദുരന്തമുണ്ടാകാൻ കാരണമായെന്നുമാണ് ജോൺ മത്തായി പറഞ്ഞത്. കല്ലും മണ്ണും വെള്ളവും ചേർന്നാണ് താഴേക്ക് വന്നത്. ചൂരൽമലയിൽ മിക്ക പ്രദേശങ്ങളും സുരക്ഷിതമാണ്. എന്നാൽ ഇവിടെ പുതിയ നിർമ്മാണ പ്രവർത്തികൾ നടത്തണമോ എന്ന നയപരമായ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് 10 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൻമരങ്ങൾ ഒഴുകി വന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. പാറകളും മരങ്ങളും ഡാം പോലെ അടിഞ്ഞുകൂടി. ഉരുൾപൊട്ടലുണ്ടായത് വനമേഖലയിലാണെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനാണ് ജോൺ മത്തായി. 5 അംഗ വിദഗ്ധ സംഘം കഴിഞ്ഞ 3 ദിവസമായി മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തും പരിശോധന നടത്തി. വെള്ളരിമലയുടെ ഒരു ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന കല്ലും മണ്ണും വെള്ളവും മറ്റ് അവശിഷ്ടങ്ങളുമാണ് വീതി കുറഞ്ഞ സീതമക്കുണ്ടിൽ താൽക്കാലിക തടയണ പോലെ രൂപപ്പെട്ടത്. ഇത് തകർന്നതോടെ ആ പ്രദേശത്തെ മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് വന്നത് നാശനഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. അതിൽ ഞങ്ങളുടെ പ്രാഥമിക നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഉരുൾ പൊട്ടിയ ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു. ഫോറസ്റ്റ് ഏരിയയിൽ നല്ല തോതിലുള്ള മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. ഇപ്പം താഴോട്ട് വന്നത് പാറക്കഷ്ണങ്ങളും മണ്ണും മാത്രമല്ല, നല്ല തോതിലുള്ള മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഒഴുകി വരുമ്പം ഈ പുഴയുടെ വീതി കുറഞ്ഞ ഗോർജ് പോലുള്ള സ്ഥലം, സീതമക്കുണ്ട് വെള്ളച്ചാട്ടമുള്ള അതേപോലുള്ള സ്ഥലങ്ങളിൽ ഇത് അടിഞ്ഞ് ഒരു താൽക്കാലിക ഡാം പോലെ, ടെമ്പററി ഡാം പോലെ ആകും. അപ്പം വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വന്ന് വളരെ പൊക്കത്തിൽ അത് വന്നു കഴിഞ്ഞ് ഇത് പിന്നത് പൊട്ടുമ്പോൾ ഇതിന് ഒഴുകാനുള്ള വലിയൊരു ശക്തിയാണ് അന്നേരം അവിടെ
കൊടുക്കുന്നത്. അങ്ങനെ ഈ ശക്തിയോടുകൂടി താഴോട്ട് ഒഴുകിയാണ് ഇരുവശത്തുമുള്ള മെറ്റീരിയൽ മണ്ണും കല്ലും പോയി കൂട്ടത്തിൽ വീടുകളും അതിലുള്ള താമസിക്കുന്നവരും പോയിരിക്കുന്നത്. ഇതാണ് നമുക്കൊരു മഹാദുരന്തമായിട്ട് സംഭവിക്കാനുള്ള കാരണം.